ഇനി അപ്പോൾ നമ്മൾ നോക്കിയത് കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലായത് രാസസൂത്രങ്ങൾ, അതുപോലെ അതിൻ്റെ പ്രതീകം, രാസപ്രതീകം ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും താപനിലയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, LPGയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം താഴെ പറയുന്നവയിൽ ഏതാണ്? രാമൻ ഇഫക്റ്റ്, ജൂൺ തോംസൺ ഇഫക്റ്റ്, ഡോപ്ലർ ഇഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക്. ഈ ക്വസ്റ്റ്യൻ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ അത് തെറ്റിപ്പോകരുത്. ഡോപ്ലർ ഇഫക്റ്റ് ആണ് കേട്ടോ. ഡോപ്ലർ ഇഫക്റ്റുമാണ് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസിൽ എല്ലാം ഈ ഒരു മേഖലയായിട്ട് കൂടുതൽ സാമ്യം പുലർത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം പേപ്പർ ലാമ്പ് ഏത് തരം ലാമ്പാണ്? സോഡിയം പേപ്പർ ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, ഇൻകാൻഡസൻ ലാമ്പ്, ആർക്ക് ലാമ്പ്. ഇതിലേതാണ് സോഡിയം പേപ്പർ ലാമ്പ് ഏത് തരം ലാമ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? ഡിസ്ചാർജ് ലാമ്പാണ് കേട്ടോ. ഡിസ്ചാർജ് ലാമ്പാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നമുക്ക് കൂടുതൽ പരിചയമുള്ള ഫ്ലൂറസൻ ലാമ്പ് ആയതുകൊണ്ട്, പക്ഷെ അത് തെറ്റിപ്പോവരുത്. ഓപ്ഷൻ വരുന്നത് ഡിസ്ചാർജ് ലാമ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതു പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് സൂര്യനിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനം അല്ലേ? താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇതൊന്നുമല്ല. ഏതാണ്? റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ ആണ് കേട്ടോ സൂര്യനിൽ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, H=1/RT ഈ സമവാക്യം ഏത് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? കെമിസ്ട്രിയിൽ നമ്മൾ രാസസൂത്രങ്ങളും രാസനാമങ്ങളൊക്കെയാണ് കണ്ടത്. ഇനി ഫിസിക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറേ നിയമങ്ങൾ പഠിക്കാനുണ്ട്. ചലന നിയമം, ജൂൾ, അങ്ങനെ കുറേ നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ ഏതാണ്? ഇനി മറ്റൊരു കാര്യം കൂടി, ഈ ഫിസിക്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ സമവാക്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട സമവാക്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാം, ഏതിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്വേഷൻ തന്നിട്ട് അതിൽ ഏതാണ്, ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള ചോദ്യങ്ങളും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ജൂൾ നിയമം, ഓപ്ഷൻ ബി ഓം നിയമം, പാസ്കൽ നിയമം, ആർക്കിമിഡീസ് തത്വം. ഇതിലേതാണ് H=1/RT എന്ന സമവാക്യം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ജൂൾ നിയമമാണ് കേട്ടോ. ജൂൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമവാക്യമാണ് H=1/RT എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ് അളവുകളും തൂക്കങ്ങളും, യൂണിറ്റുകൾ. നമ്മൾ ഈ ഫിസിക്സിലൊക്കെ പല കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിറ്റിലാണ്. ഓക്കെ, അളവുകളും തൂക്കങ്ങളും എന്നുള്ളൊരു ഭാഗമുണ്ട്. അതും SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കാണാറുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള, അതായത് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരു സെക്ഷനാണ് ഈ അളവുകൾ, തൂക്കങ്ങൾ എന്നൊക്കെ പറയുന്നത്. അടുത്തത്, യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് ആർക്കിമിഡീസ്, എഡിസൺ, ജൂൾ, ഗലീലിയോ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കഥാരൂപത്തിൽ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർക്കിമിഡീസ് ആണ് ഇതിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രെസ്റ്റിലി, തോംസൺ, ചാഡ്വിക്, റൂദർഫോർഡ്. ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ചാഡ്വിക് ആണ്. ഓക്കെ, ചാഡ്വിക് ആണ്.